രണ്ടാമത്തെ ദിവസം ബാലത്രിപുര സുന്ദരി ഹോമം. So, ഇന്ന് ദൈവം നിങ്ങളുടെ മുന്നിൽ ബാലത്രിപുര സുന്ദരി ദേവിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പോകുന്നു. എത്ര വരങ്ങൾ വേണോ അതെല്ലാം നിങ്ങൾ ഇന്ന് ചോദിക്കാം ഈ ഹോമത്തിൽ. സോ ഇനി എല്ലാവരും വേണ്ടുന്ന വരങ്ങൾ ദേവിയെ ചോദിക്കാം. സാധിക്കാത്ത ഇത് സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ കൂടെ ഇന്ന് സാധിച്ചു കിട്ടിയിരിക്കും. സോ ബാലത്രിപുര സുന്ദരി ദേവി നമ്മുടെ ജീവിതത്തിലുള്ള പരാജയങ്ങൾ, തടസ്സങ്ങൾ യക്ഷണക്കൊന്ന് ഇനി നമുക്ക് ജീവിതത്തിൽ കാര്യസിദ്ധി, ജയം അത് നമ്മുടെ ജീവിതത്തിൽ നൽകാൻ പോകുന്നത്. സോ ഈ സമയത്ത് രണ്ട് അത്ഭുതങ്ങൾ പറയാം. ഒരു വ്യക്തി അവർ നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരാണ്. അവരുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അത് എങ്ങനെ സാധിക്കും, ഈ ഒരു വരുമാനത്തിൽ സാധിക്കില്ല എന്ന് അവർ വിചാരിച്ചിരുന്നു. ആ സമയത്ത് കറക്റ്റായിട്ട് ഒരു ഡിവോട്ടി വന്ന് പറഞ്ഞു, ഹോമം എന്ന് പറയുന്നത് കർത്തവൃക്ഷമാണ്, എന്ത് ചോദിച്ചാലും അത് കിട്ടും. നമുക്ക് തടസ്സമായിരിക്കുന്ന നെഗറ്റീവ് പ്രോഗ്രാംസ് നമ്മുടെ അബോധ മനസ്സിൽ നിന്ന് നമുക്ക് മാറ്റി ഇതെല്ലാം സാധിച്ചു തരും എന്ന് പറഞ്ഞു. നമ്മൾ പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് അവർ വന്നിരുന്നു. വന്നതിന് ശേഷം അവർ പറഞ്ഞത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഹോമത്തിൽ പങ്കെടുത്തിട്ട് വന്നതിന് ശേഷം എൻ്റെ വേ ഓഫ് തിങ്കിങ്, എൻ്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായി എന്നെ കൊണ്ട് സാധിക്കും എന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു. ആ ഒരു വിശ്വാസം കൊണ്ട് ഞാൻ ചെയ്തതിന് ശേഷം വാടക വീട്ടിൽ നിന്ന് ഞാൻ ഇപ്പോൾ 8 തന്നെ വീട് കെട്ടിയിട്ടുണ്ട്. വലിയ വലിയ വാഹനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നു. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ VIP ഞാനാണ്. കുറേ സ്ഥലം വാങ്ങിച്ചു. പലരും ഇപ്പോൾ എന്നെ റോൾ മോഡലായിട്ട് കാണുന്നുണ്ട്. താഴെ ഇരുന്ന് ഉയർന്ന സ്ഥാനത്ത് എത്തിയത് കൊണ്ട്. സോ സാധ്യമില്ലാത്തത് സാധിക്കുന്ന ഹോമമാണ്
ഈ ഹോമം. പിന്നെ രണ്ടാമത്തെ ഒരു സ്ത്രീ, ഇവരുടെ മകൻ നിറയെ വർക്ക് ചെയ്യുന്ന ആളാണ്. അവർക്ക് ശരിക്കും അവിടെ വൃത്തിബന്ധമുണ്ടായിരുന്നു, പാലസർപ്പ ദോഷമുണ്ടായിരുന്നു. ജോസിനെ എടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മോൾക്ക് എന്ത് പറ്റുമോ എന്നുള്ള ഒരു സങ്കടം, അങ്ങനെ ഒരു അസുഖം വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഹോമത്തിൽ വന്ന് മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ ദർശനത്തിൽ പോയി മോളുടെ ഫോട്ടോ കാണിച്ചു. അമ്മ തൊട്ട് അനുഭവിച്ചു, അത്രമാത്രം ഇവർക്കായിരുന്നു. പിന്നെ അമ്മയെ കാണാനായിട്ട് മോൾ വന്ന സമയത്ത് നമ്മൾ ജോസിനെ എടുത്ത് പോയി അമ്മയുടെ ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കാൻ അവിടെ ചെന്നപ്പോൾ അമ്മയുടെ കാര്യം കണ്ടതിന് ശേഷം ജോസിനെ നോക്കിയിട്ട് പറഞ്ഞു ശരിക്കും ദോഷമുണ്ടായിരുന്നത് നിനക്കാണ്, പക്ഷെ എന്റെ ജാതകത്തിൽ നോക്കിയാൽ ഇത് അപ്രത്യക്ഷമായിരിക്കുന്നു, അത് ഇപ്പോൾ ഇല്ലേ ഇല്ല എന്ന് പറയുന്നു. അമ്മയെ കണ്ടപ്പോൾ അവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആ ദോഷമെല്ലാം മാറ്റിക്കളഞ്ഞു. സോ ഇന്നത്തെ ഹോമത്തിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടോ അതെല്ലാം മാറ്റി നമുക്കുള്ളിലുള്ള ഫെയിലിയേഴ്സ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ആ യക്ഷനെ കൊന്നിട്ട് നമുക്ക് കാര്യസിദ്ധിയും സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളും സാധിച്ചു തരുന്ന ഹോമമാണ്. എല്ലാവരും കണ്ണുകളടച്ച് ഇപ്പോൾ കൈ നമസ്കാരം മുതലിൽ വെച്ച് പ്രാർത്ഥന ചെയ്യുക. पद्मावती नमस्तुभ्यं वरदे कामरूपिणी यज्ञारम्भं करिष्यामि सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा ॐ हरिः ॐ हरिः ॐ हरिः ॐ. ಈಗ ತಿಲಕಧಾರಣೆ ಕಂಕಣಧಾರಣೆ ಮಾಡ್ಕೊಳ್ತೀರಾ. ಹಣೆಗೆ Mati mati pani
ನಿಮ್ಮ ತಲೆಯ ಮೇಲೆ ಕೈಗಳನ್ನು ಇಟ್ಕೊಂಡು ಭಾಗವಹಿಸಿ. ಮೊದಲ ಕೈಗೆ ಶಿರಸಿದ ಮೇಲೆ ಇಟ್ಟು ಆರತಿಗೆ ಓಂ ಈಗ ನಾವು ಪ್ರಧಾನ ಹೋಮಕ್ಕೆ ಬರಲಿದ್ದೀವಿ. ಈ ಸಮಯದಲ್ಲಿ ಆವಾಹನೆ ಸಮಯ. ಬಾಲತ್ರಿಪುರ ಸುಂದರಿ ದೇವಿಯನ್ನು ನಾವಿವಾಗ ಶಕ್ತಿಯುತವಾಗಿ ಆವಾಹನೆ ಮಾಡ್ತೀವಿ. ಆ ದೇವಿ ನೀಲಿ ಬಣ್ಣವನ್ನ ವಸ್ತ್ರಗಳನ್ನು ಧರಿಸಿದ್ದಾರೆ. ಚತುರ್ಭುಜ ಧಾರಣೆಯಾಗಿ ಕೈಯಲ್ಲಿ ಕಬ್ಬನ್ನು ಹೊತ್ಕೊಳ್ತಾ ಗಿಡಿಯನ್ನು ತನ್ನ ಒಂದು ಭುಜದಲ್ಲಿ ಹೊತ್ತು ಒಂದು ಹೂವಿನ ಬುಟ್ಟಿಯನ್ನು ತನ್ನ ಕೈಯಲ್ಲಿ ಹೊತ್ತು ಇವತ್ತು ಅಮ್ಮ ಒಂದು 8 ವರ್ಷದ ಬಾಲಕಿಯಾಗಿ ಇಲ್ಲಿ ಈಗ ನಮಗೆ ಪ್ರತ್ಯಕ್ಷವಾಗಿ ದರ್ಶನ ಕೊಡ್ತಾರೆ. ಆ ದೇವಿಯ ಒಂದು ಸ್ವರೂಪ ಏನಂತಂದ್ರೆ ಪ್ರೀತಿ ಮತ್ತು ಕರುಣೆ. ಇವತ್ತು ನಾವೆಲ್ಲರಿಗೂ ಶಕ್ತಿಯುತವಾಗಿ ಬಾಲತ್ರಿಪುರ ಸುಂದರಿ ದೇವಿ ಇವತ್ತು ಈಗ ದರ್ಶನ ಕೊಡ್ತಾರೆ. ಸೊ ನಾವೆಲ್ಲರೂ ಕೂಡ ಪವಿತ್ರವಾಗಿ ಆವಾಹನೆ ಮಾಡ್ತೀವಿ. ಸ್ಕ್ರೀನಲ್ಲಿ ನೋಡುವಂಥ ಮುದ್ರೆಯಲ್ಲಿ ನೀವೆಲ್ಲ ಕೂತ್ಕೊಂಡು ಅದರಲ್ಲೇ ಆವಾಹನೆ ಮಾಡ್ತೀವಿ. ഇപ്പോൾ പ്രധാന ഹോമത്തിൻ്റെ ആദ്യത്തെ ഭാഗം ആവാഹനം. ഈ സമയത്ത് ബാലത്രിപുര സുന്ദരി ദേവി 8 വയസ്സ് ചെറിയ കുട്ടിയായിട്ട് ഒരു നീലവർണ്ണ പട്ടുടുത്തി ഇപ്പം നമ്മുടെ മുമ്പിൽ വന്ന് ദർശനം തരാൻ പോകുന്നത്. 4 കാലങ്ങളിൽ കയ്യിൽ കരുവും പിന്നെ അവരുടെ തോളിൽ തത്തയും വെച്ച് കയ്യിൽ പൂക്കട്ടയോടുകൂടി നമുക്ക് തേജോമയമായിട്ട് ഇപ്പോൾ പ്രസന്നമായി ಜೈ ಬೋಲೋ ಭಗವಾನ್ ಕಿ ಜೈ. ಈಗ 3ನೇ ಪ್ರಾರ್ಥನೆ. ನಾವೆಲ್ಲರೂ ಕೂಡ ನಾವು ಇವಾಗ ಕಾರ್ಯಸಿದ್ಧಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲು ಹೋಗ್ತೀವಿ. ನಮ್ಮ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ನಮಗೆ ಏನು ಬೇಕು ಅದರ ಮೇಲೆ ಒಂದು ಸ್ಪಷ್ಟತೆ ಇರಬೇಕು, ಸರಿಯಾದ ಭಾವನೆ ಇರಬೇಕು ಮತ್ತು ಚಿತ್ರೀಕರಣ ಕೂಡ ಇರಬೇಕು. ಸೊ ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ಎಲ್ಲ ಪಾಸಿಟಿವ್ ಆಗಿ ನಡೀತಾ ಇರೋ ಹಾಗೆ ನೀವು ನೋಡ್ತೀರಾ. ನಿಮಗೆ ಪ್ರಮೋಷನ್ ಸಿಕ್ಕ ಹಾಗೆ, ನಿಮಗೆ ಒಳ್ಳೆ ಫ್ರೆಂಡ್ಸ್ ಸಿಕ್ಕ ಹಾಗೆ, ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ಧೈರ್ಯ ಬಂದ ಹಾಗೆ, ಎಲ್ಲವನ್ನ ಸಾಧಿಸಿದ ಹಾಗೆ, ಏನೇ ಮುಟ್ಟಿದ್ರು ಕೂಡ ಏನೇ ಕಾರ್ಯ ಮಾಡಿದ್ರು ಅದು ಬಂಗಾರ ಆಗುವ ಹಾಗೆ ನೀವು ಕಾರ್ಯಸಿದ್ಧಿಯಲ್ಲಿ ಬಹಳ ಚೆನ್ನಾಗಿ ಉತ್ತೀರ್ಣರಾಗಬೇಕು. ಹೀಗೆ ನಮ್ಮ ಜೀವನದಲ್ಲಿ ನೋಡಿದ್ರೆ ಎಷ್ಟೋ ಗ್ರಹಸ್ಥಿತಿಗಳು ಏನೇ ಇದ್ರೂ ಕೂಡ ಆ ಗ್ರಹಸ್ಥಿತಿಗಳು ಕೂಡ ಬದಲಾವಣೆ ಆಗುತ್ತೆ. ಸೊ ಇವತ್ತು ನಾವು ಒಂದು ಪವಾಡವನ್ನು ನೋಡಲು ಹೋಗಿರ್ತೀವಿ. ಸಂಗೀತ ಕಾರ್ಯಕ್ರಮ ಹೇಳಿ ಅಹಮದ್ ನಗರದಲ್ಲಿ ಮಹಾರಾಷ್ಟ್ರದಲ್ಲಿ ಒಬ್ಬ ಭಕ್ತರಿದ್ದಾರೆ. ಇವರ ಮಗ ಮತ್ತು MPSC ಎಕ್ಸಾಮ್ಸ್ ಅನ್ನ ಬರೆದ್ರು. ಇವರಿಗೆ ಎಲ್ಲಿ ಬರೆದ ನಂತರ ಅವರು ಎಷ್ಟೋ ದಿನ ಆ ರಿಸಲ್ಟ್ಸ್ಗಾಗಿ ಕಾಯ್ಕೊಟ್ರು. ನವರಾತ್ರಿ ಹೋಮದ 1 ಹೋಮ ಆಯಿತು, 2 ಹೋಮ ಆಯಿತು, ಆದರೆ ಏನು ಕೂಡ ಲಾಭ ಇರಲಿಲ್ಲ. ಅದು ಪ್ರೇ ಮಾಡ್ತಾನೇ ಇದ್ರು. ಸೊ 3ನೇ ಹೋಮ ನವರಾತ್ರಿ ಹೋಮ ಮಾಡೋದಕ್ಕಿಂತ ಮುಂಚೆ
ಮುಂಚೆ ಅವರಿಗೆ ಒಳ್ಳೆ ಒಂದು ರಿಸಲ್ಟ್ಸ್ ಬಂದ್ಬಿಟ್ಟು ಅವರಿಗೆ ಜಾಬ್ ಕೂಡ ಸಿಕ್ಬಿಟ್ಟು ಇವತ್ತು ರೇಂಜ್ ಫಾರೆಸ್ಟ್ ಆಫೀಸರ್ ಆಗಿ ಅವರಿಗೆ ಪ್ರಮೋಷನ್ಸ್ ಕೂಡ ಆಗೋದು ತುಂಬ ಹ್ಯಾಪಿ ಆಗಿದ್ರು. ಅದು ಮಾತ್ರ ಅಲ್ಲ, ಅವರು ಮಗ ಬರೆದಿದ್ದು ಮಾತ್ರ ಅಲ್ಲ, ಅವರ ತಂದೆ ಕೂಡ ಹೇಳಿದ್ರು, ಓಕೆ ನೀನು MPSC ಬರೆದಿದ್ಯಾ, ನಾನು ಕೂಡ ಅದನ್ನು ಬರೀತೀನಿ ಅಂತ ಹೇಳಿ ಅವ್ರ ತಂದೆ ಕೂಡ ಬರೆದ್ರು. ಅವರ ತಂದೆ ಬಂದು ಒಂದು ಸಾಧಾರಣವಾದ ಸಿವಿಲ್ ಇಂಜಿನಿಯರ್ ಆಗಿದ್ರು. ಆದರೆ ಅವರು ಬಂದ ನಂತರ ಅವರು ಕೂಡ ಪ್ರಿಲಿಮ್ಸಲ್ಲಿ ಕ್ಲಿಯರ್ ಆದರು, ಫೈನಲ್ ಎಕ್ಸಾಮ್ಸು ಅಲ್ಲಿ ಕ್ಲಿಯರ್ ಆಯಿತು. ಇವತ್ತು ಅವರು ಸಿಟಿ ಸರ್ವೆ ಆಫೀಸರ್ ಆಗಿ ಅವರಿಗೆ ಜಾಬ್ ಸಿಕ್ಬಿಟ್ಟು ಇವತ್ತು ಅವರಿಗೆ ಇನ್ಕಮ್ ಬಂದು ಅವ್ರು ಏನು ಇವತ್ತು ಸಂಪಾದನೆ ಮಾಡ್ತಿದ್ದಾರೋ 4 ಪಟ್ಟು ಅವರ ಸ್ಯಾಲರಿ ಕೂಡ ಜಾಸ್ತಿ ಆಗಿದೆ. ಸೊ ಹೀಗೆ ಈ ಕಾರ್ಯಸ್ಥಿತಿಯಲ್ಲಿ ಅವ್ರಿಗೆ ಹೇಗೆ ಆಯಿತು, ನಿಮ್ಮೆಲ್ಲರಿಗೂ ಕೂಡ ಹುಟ್ಟಿದ್ದು ಬಂಗಾರ ಆಗುತ್ತೆ, ಅಸಾಧ್ಯವೂ ಸಾಧ್ಯವಾಗಿ ಆಗುತ್ತೆ. ಸೊ ಈಗ ನೀವೆಲ್ಲರೂ ಕೂಡ ಕಾರ್ಯಸ್ಥಿತಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ. ನಿಮ್ಮ ಕಾರ್ಯ ಯಾವುದು ನಿಮಗೆ ಸಫಲತೆ ಬರಬೇಕಂತಿದ್ದು ಅದನ್ನು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ. ಈಗ ಸ್ವಾಹ ಅಂತ ಹೇಳಬೇಕಾದ್ರೆ ಭಕ್ತವೆಲ್ಲ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಸಮರ್ಪಿಸ್ತೀವಿ. മൂന്നാമത്തെ സങ്കല്പം, അതായത് പ്രാർത്ഥനാ സമയം. ഈ സമയം വളരെ പ്രധാനപ്പെട്ട സമയം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വ്യക്തതയുണ്ടാകും. നിങ്ങൾ ഭാവത്തോട്, ബന്ധത്തോട്, നന്ദി ഭാവത്തോട് നിങ്ങൾക്ക് എന്തൊക്കെ വരങ്ങൾ വേണം, ചെറുതായിട്ടും വലുതായിട്ടും ആ വരങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾ പോകുകൊണ്ടൊക്കെ ചോദിക്കാൻ പോകുന്നു. കൽപ്പവൃക്ഷമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന വരങ്ങളെല്ലാം ഇപ്പോൾ സാധിച്ചു തരാൻ പോകുന്നു. ചോദിക്കുന്ന വരത്തിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതെല്ലാം നെഗറ്റീവായിട്ട് പോകുന്നതായിട്ട് കണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നതായിട്ട് നിങ്ങൾ കാണും. ഈ സമയത്ത് നിങ്ങൾക്ക് കാർ വേണം, അല്ലെങ്കിൽ ബംഗ്ലാവ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഉയർച്ച വേണം, എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ സാധ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഒരു അത്ഭുതം പറയാൻ ആഗ്രഹിക്കുന്നു. സംഗീതയുടെ ഒരു പോട്ടി, അവരുടെ മകൻ നേരത്തെ MPSC എക്സാം എഴുതിയിട്ട് അവർ പാസ്സായിട്ടില്ല. മകൾക്ക് ഗവൺമെന്റ് ജോബ് വേണമെന്ന് അവരുടെ ആഗ്രഹമായിരുന്നു. നവരാത്രി ഹോമത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അതിനനുസരിച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ മകൾക്ക് അത് സാധ്യമായി. അവർക്ക് ഗവൺമെന്റ് ജോബിൽ തന്നെ ശമ്പളത്തോട് കിട്ടി. വളരെ ഹാപ്പിയായി. അതേ സമയത്ത് അവരുടെ ഭർത്താവ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സാധാരണമായ സിവിൽ എഞ്ചിനീയറാണ്. വലിയ കോൺട്രാക്ട് എടുത്തും പണം അവർക്ക് വരുന്നില്ലായിരുന്നു. ആ സമയത്ത് അവരുടെ അച്ഛനും MPSC എക്സാം എഴുതി. എങ്ങനെ പാസ്സാവുന്ന അറിയില്ലായിരുന്നു. സാധ്യമില്ലാത്ത കാര്യം ഹോമത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അവർക്ക് അതേപോലെ ജോബ് കിട്ടി. നേരത്തെ കിട്ടിയ ശമ്പളത്തിനേക്കാൾ 4 മടങ്ങ് അവർക്ക് കൂടുതലായിട്ട് അവർക്ക് വരുമാനവും വന്നു. അതിനുശേഷം അവർ വീണ്ടും ഹോമത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പൊ അത് 8 മടങ്ങായിട്ട് അവർക്ക് ആയിരിക്കുന്നു. അവർക്ക് സാധ്യമില്ലാത്ത കാര്യങ്ങൾ സാധിച്ചു തരുന്ന സമയമാണ്. സോ ഇപ്പോൾ എല്ലാവരും നിങ്ങളുടെ എല്ലാ വരങ്ങളും നിങ്ങൾ ചോദിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ബാലത്രിപുര സുന്ദരി നിങ്ങൾക്ക് വരങ്ങളായിട്ട് തരും. സ്വാഹാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെല്ല്